എല്ലാവർക്കും ജിറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സെമസ്റ്ററിലെ ഓഫീസ് ഓട്ടോമേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണെന്നുള്ളത്. അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മൊഡ്യൂൾ കൂടെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സർ ആൻഡ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് MS ഓഫീസ് സോഫ്റ്റ്വെയർ. അതായത് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് എന്ന് പറയുന്നത്. അതായത് MS ഓഫീസിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കുറേ പേഴ്സണൽ ആയിട്ടുള്ള അതായാലും ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ആയാലും എല്ലാ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്നത് ഡോക്സ് എക്സ്റ്റൻഷനാണ്, DOCX. ഇത് ഓർത്ത് വെക്കുക. പിന്നെ MS വേർഡിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് വേരിയസ് ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ ഹെഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ റെസ്യൂമേസ്, CVs, ഇൻവിറ്റേഷൻ കാർഡ്സ്, അത്തരം ഡോക്യുമെൻറ്റ്സ് ഡിസൈൻ ചെയ്യാൻ. അതേപോലെ ഓഫീസ് മെമ്മോസ് ലീഗൽ കോപ്പീസ് ആക്കാനും മറ്റ് റെഫറൻസ് ഡോക്യുമെൻറ്റ്സ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ റെഡിമെയ്ഡ് കണ്ടൻറ്റ് റീയൂസ് ചെയ്യാനും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ കവർ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ MS വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വേർഡ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. പർപ്പസ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് വേർഡ് ബേസിക്സ് ആണ്. വേർഡ് 2010 ഈസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ഏർലിയർ വേർഷൻസ്. ദ ടൂൾ ബാർസ് ആർ സിമിലർ ടു ദോസ് ഇൻ വേർഡ് 2007 ആൻഡ് ദേ ഇൻക്ലൂഡ് ദ റിബൺ ആൻഡ് ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതായത് 2007 തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് 2010 വേർഷനും. അതിൽ കൂടാതെ അതിൽ റിബൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വരുന്നുണ്ട്. അതേപോലെ അൺലൈക്ക് 2007 കമാൻഡ്സ് സച്ച് ആസ് ഓപ്പൺ ആൻഡ് പ്രിൻ്റ് ആർ ഹൗസ്ഡ് ഇൻ ബാക്ക് സ്റ്റേജ് വ്യൂ വിച്ച് റീപ്ലേസസ് ദി മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ട് വേർഡ് 2010 വരുന്നത്. ദ പാർട്സ് ഓഫ് എ വേർഡ് വിൻഡോയുടെ എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. ഒരു വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാണുന്നുള്ളതാണ്. നമുക്കറിയാം ഫസ്റ്റ് ഫയൽ ടാബ് ഉണ്ടാവും. ഏതൊരു വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ ടാബ് റീപ്ലേസസ് ദി ഓഫീസ് ബട്ടൺ ഫ്രം വേർഡ് 2007. വേർഡ് 2007 ഓഫീസ് ബട്ടൺ എന്നുള്ള രീതിയിലായിരുന്നു. ഇതിൽ ഫയൽ ടാബ് ആണുള്ളത്. ഒരു ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ഓർ സേവ് ഫയൽസ്, ക്രിയേറ്റ് യുവർ ഡോക്യുമെൻറ്റ്സ്, പ്രിൻ്റ് എ ഡോക്യുമെൻറ്റ് ആൻഡ് ഡു അതർ ഫയൽ റിലേറ്റഡ് ഓപ്പറേഷൻസ്. നമ്മളൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയലിലാണ് നമുക്ക് കാണാൻ പറ്റുക, അതിനെ ഓപ്പൺ ചെയ്യാനുള്ളത്, അതേപോലെ സേവ് ചെയ്യാനുള്ളത്, സേവ് ആസ് കൊടുക്കാനുള്ളത്, പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഫയൽ ടാബിലാണ്. പിന്നെ വരുന്ന കുറച്ച് ടാബ്സാണ് ഹോമിൽ എന്തൊക്കെ വരും? പ്രധാനമായിട്ടും ക്ലിപ്പ് ബോർഡ് ഉണ്ടാവും, ഫോൺസ് ഉണ്ടാവും, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഹോം എന്ന് പറഞ്ഞ ടാബിൽ വരുന്നു. ഇൻസേർട്ട്, നമ്മൾ വേർഡിൽ എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും അതൊക്കെ ഇൻസേർട്ടിൻ്റെ അണ്ടറിൽ വരും. അത് പേജസ്, പിന്നെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഇല്ലസ്ട്രേഷൻ, ലിങ്ക്, ഹെഡർ ആൻഡ് ഫൂട്ടർ. അതായത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞാൽ മേലെ വരുന്ന ഒരു പേജിൻ്റെ മേലെ വരുന്നത് ഹെഡിങ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെയാണ്, അതിനാണ് ഹെഡർ എന്ന് പറയുക. ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മൾ പേജ് നമ്പറൊക്കെ കൊടുക്കുന്നത് ഈ ഫൂട്ടർ ആയിട്ടാണ് നോർമലി. പിന്നെ ടെക്സ്റ്റ് ആൻഡ് സിമ്പിൾസ്, എന്തെങ്കിലും ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ സിമ്പിൾസ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാനൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ടാബിലാണ് വരിക. പിന്നെ വരുന്നത് പേജ് ലേ ഔട്ടാണ്. അതായത് പേജ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അത് തീം വരാം, പേജ് സെറ്റപ്പ് വരാം, പേജ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വേണമെന്ന് വരാം, പാരഗ്രാഫ്, അറേഞ്ച്, ഇത്തരം കാര്യങ്ങളാണ് പേജ് ലേ ഔട്ടിൻ്റെ ടാബിൽ വരിക. റെഫറൻസസിൽ ടേബിൾ ഓഫ് കണ്ടൻസ് വരും, ഫൂട്ട് നോട്ട് വരും, സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി, ഇൻഡെക്സ് ആൻഡ് ടേബിൾ ഓഫ് അതോറിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ റെഫറൻസസിലും വരുന്നുണ്ട്. Next, the quick access toolbar. The quick access toolbar is located above the ribbon. It contains common commands such as save, undo and repeat commands. അതായത് റിബണിന് തൊട്ട് മേലായിട്ട് വരുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതായത് സേവ്, പിന്നെ അണ്ടു എന്ന് നമുക്കറിയാം എന്തെങ്കിലും ചെയ്തത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കത് ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ അണ്ടു അടിച്ചാൽ മതി. പിന്നെ റിപ്പീറ്റ്, വീണ്ടും ചെയ്യാനുള്ള കാര്യങ്ങൾ. റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡു എന്നുള്ളൊരു ഓപ്ഷൻ പോലെ. എന്താണ് റിബൺ? റിബൺ ഈസ് എ പാനൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഡോക്യുമെൻറ്റ്. അതായത് ഡോക്യുമെൻറ്റിൻ്റെ മേലെ കാണുന്ന ഒരു പാനലാണ് റിബൺ. ഇറ്റ് ഹാസ് ടാബ്സ് ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ ആൻഡ് വ്യൂ ദാറ്റ് കണ്ടെയ്ൻ മെനി ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് ഫീച്ചർ ഓഫ് വേർഡ്. അതായത് ആ ഡോക്യുമെൻറ്റിൻ്റെ മേലെ കാണുന്ന ഈ കണ്ടൻസ് ഒക്കെ, ഈ ടാബ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതിനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഫയൽ, ഹോം എന്ന് പറഞ്ഞിട്ട് കുറേ കാണുമല്ലോ മേലെ, അതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ടാബ്സിൽ എന്തൊക്കെയാണ്? ദിസ് അപ്പിയേഴ്സ് അക്രോസ് ദി ടോപ്പ് ഓഫ് ദി റിബൺ
ആൻഡ് കണ്ടെയ്ൻസ് ഗ്രൂപ്പ്സ് ഓഫ് റിലേറ്റഡ് കമാൻഡ്സ്. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, എക്സാമ്പിൾസ് ഓഫ് റിബൺ ടാബ്സ്. പിന്നെ ഗ്രൂപ്പ്സ്, ദേ ഓർഗനൈസ്ഡ് റിലേറ്റഡ് കമാൻഡ്സ്. ഈച്ച് ഗ്രൂപ്പ് നെയിം അപ്പിയേഴ്സ് ബിലോ ദി ഗ്രൂപ്പ് ഓൺ ദി റിബൺ. അതായത് റിബണിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓരോന്നിൻ്റെതായ ഗ്രൂപ്പ് നെയിം വരുന്നുള്ളതാണ് ഗ്രൂപ്പ്സ് വരുന്നത്. കമാൻഡ്സ് അപ്പിയേഴ്സ് വിത്തിൻ ഈച്ച് ഗ്രൂപ്പ് ആസ് മെൻഷൻഡ് അബോവ്. അതേപോലെ ടൈറ്റിൽ ബാർ, ദിസ് ലൈസ് ഇൻ ദി മിഡിൽ ആൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി വിൻഡോ. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് മിഡിലാണ് വരിക, അതേപോലെ ടോപ്പിലായിരിക്കും ഉണ്ടാവുക. ടൈറ്റിൽ ബാർ ഷോസ് ദി പ്രോഗ്രാം ആൻഡ് ഡോക്യുമെൻറ്റ് ടൈറ്റിൽസ്. ഈ ഡോക്യുമെൻറ്റ് എന്താണ് ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അതായിരിക്കും അതിൻ്റെ മേലെ കാണിക്കുക. പിന്നെ റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ഹാസ് 2 റൂളേഴ്സ്. ഹൊറിസോണ്ടൽ റൂളറുണ്ട്, വെർട്ടിക്കൽ റൂളറുണ്ട്. അതായത് ഹൊറിസോണ്ടൽ റൂളർ റിബണിൻ്റെ തൊട്ട് താഴായിട്ട് വരുന്നതാണ്. അതേപോലെ അത് മാർജിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ വെർട്ടിക്കൽ റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. വേർഡ് വിൻഡോൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അത് നമുക്ക് വെർട്ടിക്കൽ, അതായത് ഈ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റൂളർ എന്ന് പറയുന്നത്. പിന്നെ ഹെൽപ്പ് എല്ലാത്തിലും ഉള്ളതുപോലെ നമുക്ക് ഇതിനെ കുറിച്ച്, വേർഡിനെ കുറിച്ച് എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ സൂം കൺട്രോൾ, സൂം ഫങ്ഷൻസ് നമുക്ക് എന്താണെന്ന് അറിയാം. സൂം കൺട്രോൾ ഈസ് യൂസ്ഡ് ടു സൂം ടെക്സ്റ്റ് സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ ക്ലോസർ ലുക്ക് അവർ ടെക്സ്റ്റ്. അതായത് നമ്മൾ കൊടുത്ത ടെക്സ്റ്റിൻ്റെ ഒക്കെ കുറച്ചും കൂടി സൂംഡ് വേർഷൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് സൂം കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ വ്യൂ ബട്ടൺസ്, ദ ഗ്രൂപ്പ് ഓഫ് 5 ബട്ടൺസ് ലൊക്കേറ്റഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി സൂം കൺട്രോൾ നിയർ ദി ബോട്ടം ഓഫ് ദി സ്ക്രീൻ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു സ്വിച്ച് ത്രൂ ദി വേർഡ്സ് വേരിയസ് ഡോക്യുമെൻറ്റ് വ്യൂസ്. അതായത് ഈ ഡോക്യുമെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ വ്യൂ ചെയ്യാനുള്ള ബട്ടൺസ് ആണ് വ്യൂ ബട്ടൺസ് എന്ന് പറയുന്നത്. പ്രിൻറ്റ് ലേഔട്ട് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് കാണിക്കുന്നതിനെയാണ് പ്രിൻറ്റ് ലേഔട്ട് വ്യൂ. പിന്നെ ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ, അതായത് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണിക്കുന്നത്. നമ്മൾ ഈ മൊബൈലിലൊക്കെ പല കാര്യങ്ങളും ഫുൾ സ്ക്രീൻ ആക്കുന്നില്ല, അതേപോലത്തെ ഫംഗ്ഷൻ തന്നെയാണ് വേർഡിലും വരുന്നത്. നിങ്ങൾ എല്ലാം ഈ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേർഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കാണുന്ന മേലെ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയും. പിന്നെ വെബ് ലേഔട്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെബ് ബ്രൗസറിൽ കൂടെ നമ്മൾ ഓപ്പൺ ചെയ്താൽ എങ്ങനെ കാണും എന്നുള്ളതിനെയാണ് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ വ്യൂ, ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു വർക്ക് വിത്ത് ഔട്ട്ലൈൻസ് എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് എ വേർഡ് സ്റ്റാൻഡേർഡ് ഹെഡിങ് സ്റ്റൈൽസ്. അതായത് വേർഡ് സ്റ്റാൻഡേർഡ് ഹെഡിങ് ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്ലൈൻ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അതിനെയാണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് ഡ്രാഫ്റ്റ് വ്യൂ, ദിസ് ഫോർമാറ്റ് ടെക്സ്റ്റ് ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി പ്രിൻറ്റഡ് പേജ് വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻസ്. കുറച്ച് എക്സെപ്ഷൻസ് പ്രകാരം പ്രിൻറ്റഡ് പേജിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഡ്രാഫ്റ്റ് വ്യൂ. പിന്നെ ഡോക്യുമെൻ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഏരിയ ഇസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് അവർ ടെക്സ്റ്റ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ഈ ഡോക്യുമെൻറ്റിൽ എവിടെയാണൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് അതിനെയാണ് ഡോക്യുമെൻറ്റ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കേസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫ്ലാഷിംഗ് വെർട്ടിക്കൽ ബാർ ഉണ്ട്, ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ലൊക്കേഷൻ വെർ ടെക്സ്റ്റ് വിൽ അപ്പിയർ വെൻ ടൈപ്പിംഗ്. ആ സ്ഥലത്താണ് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് വരെ എവിടെയാണ് നമ്മൾ കേസർ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു വെർട്ടിക്കൽ ബാർ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ടാവില്ലേ, ആ ഫ്ലാഷ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ടെക്സ്റ്റ് എൻ്റർ ആവുന്നുണ്ടാവുക. ആ ഏരിയകൾക്കാണ് ഡോക്യുമെൻ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാറ്റസ് ബാർ, ദിസ് ഡിസ്പ്ലേസ് ദി ഡോക്യുമെൻ്റ് ഇൻഫോർമേഷൻ ആസ് വെൽ ആസ് ദി ഇൻസേർഷൻ പോയിന്റ് ലൊക്കേഷൻ. അതായത് ഡോക്യുമെൻ്റ് ഇൻഫോർമേഷനും അതേപോലെ ഇൻസേർഷൻ പോയിന്റ് ലൊക്കേഷനും ഡിസ്പ്ലേ ചെയ്യുന്ന അതിനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദിസ് ബാർ കണ്ടെയ്ൻസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ആൻഡ് വേർഡ്സ് ഇൻ ദ ഡോക്യുമെൻറ്റ്, ലാംഗ്വേജ് എക്സെട്ര. അതായത് എത്ര പേജസ് ഉണ്ട്, എത്ര വേർഡ്സ് ഇതിൽ ഉണ്ട്, അതേപോലെ ഏത് ലാംഗ്വേജാണ്, അത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡയലോഗ് ബോക്സ് ലോഞ്ചറാണ്. ദിസ് അപ്പിയേഴ്സ് ആസ് വെരി സ്മോൾ ആരോ ഇൻ ദ ലോവർ റൈറ്റ് കോർണർ ഓഫ് മെനി ഗ്രൂപ്പ്സ് ഓൺ ദി റിബൺ. അതായത് റിബണിലെ ഓരോ ഗ്രൂപ്പിൻ്റെയും താഴെ ലോവർ റൈറ്റിലായിട്ട് വരുന്ന ഒരു സ്മോൾ ആരോ ആണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് പറയുന്നത്. ക്ലിക്കിംഗ് ദിസ് ബട്ടൺ ഓപ്പൺസ് എ ഡയലോഗ് ബോക്സ് ഓർ ടാസ്ക് പെയിൻ ദാറ്റ് പ്രൊവൈഡ്സ് മോർ ഓപ്ഷൻസ് അബൌട്ട് ദാറ്റ് ഗ്രൂപ്പ്. അതായത് റിബണിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് ഹോം ഉണ്ടാവും, ഇൻസേർട്ട് ഉണ്ടാവും, അതിൻ്റെ ഒക്കെ റൈറ്റ് കോർണറിൽ ആ ഗ്രൂപ്പിൻ്റെ തന്നെ ബോട്ടം റൈറ്റിലായിട്ട് ഒരു ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടുക, ഒരു പുതിയൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും, അതിലുണ്ടാവും. അതിനാണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് സ്റ്റേജ് വ്യൂ ആണ്. ദ ബാക്ക് സ്റ്റേജ് വ്യൂ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വേർഡ് 2010. ദിസ് ആക്ട് ആസ് ദി സെൻട്രൽ പ്ലേസ് ഫോർ മാനേജിങ് അവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു സെൻട്രൽ പ്ലേസിനാണ് ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ദി ഓഫീസ് ബട്ടൺ മെനു ഫ്രം വേർഡ് 2007. വേർഡ് 2007 ഓഫീസ് ബട്ടൺ മെനുയുടെ അതേ ഫംഗ്ഷൻസ് തന്നെയാണ് 2010 ബാക്ക് സ്റ്റേജ് വ്യൂവിന് വരുന്നത്. ഓർ ദി ഫയൽ മെനു ഫ്രം ഏർലിയർ വേർഷൻസ് ഓഫ് വേർഡ്.
വേർഡിൻ്റെ മുമ്പത്തെ വെർഷൻസിലൊക്കെ ഒരു ഫയൽ മെനു എന്നുള്ളതിന് പകരമാണ് ഇപ്പം ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. ദ ബാക്ക് സ്റ്റേജ് വ്യൂ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ന്യൂ ഡോക്യുമെൻറ്റ്സ്, സേവിങ് ആൻഡ് ഓപ്പണിംഗ് ഡോക്യുമെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സോ ഓൺ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. To get to backstage view, click the file tab. You can choose an option on the left side of the page. To get back to your document, just click a tab on the ribbon. The first column of the backstage will have following options. ഫസ്റ്റ് കോളത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സേവ് ചെയ്യാനുണ്ടാവും. അതായത് നമ്മൾ ഏത് ഡോക്യുമെൻ്റാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സേവ് ചെയ്യുക. ചിലപ്പോൾ അതിന് സേവ് ചെയ്യാൻ ഒരു നെയിം അവർ ചോദിക്കും. അപ്പോൾ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ സേവ് ആസ് എന്നാണെങ്കിൽ ഓൾറെഡി സേവ് ചെയ്തതാണെങ്കിൽ നമുക്ക് വേറൊരു പേരിൽ സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ആസ് എന്ന് കൊടുത്തിട്ട് അതിന് പുതിയൊരു പേര് കൊടുത്തിട്ട് നമുക്കത് സേവ് ആസ് ചെയ്യാം. പിന്നെ വരുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പുതിയൊരു ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പണിൽ പോവുക. അതേപോലെ ഓൾറെഡി ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് സെലക്ട് ചെയ്യാം. പിന്നെ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ, ആ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഡോക്യുമെൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. പിന്നെ റീസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീസൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് അതിന് കുറച്ച് മുമ്പ് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും പല പേരിലുള്ള. അപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റൊക്കെയാണ് ആ റീസെൻറ്റിൽ വരുന്നത്. പിന്നെ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടൊരു ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ന്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ പ്രിൻറ്റ്, അതായത് ഓൾറെഡി ഓപ്പൺ ചെയ്ത ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടാവില്ല, അത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് സെലക്ട് ചെയ്യാം. അതേപോലെ സേവ് ആൻഡ് സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റിനെ നമുക്ക് സേവ് ചെയ്യാം. അതേപോലെ തന്നെ അതിനുശേഷം ഒരു ഓപ്ഷൻ വരും നമുക്ക് സെൻഡ് ചെയ്യാനുള്ള, ആ ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, ഇമെയിലോ അങ്ങനത്തെ ഉള്ള ഓപ്ഷൻസൊക്കെ വരും. പിന്നെ ഹെൽപ്പാണ്. ഹെൽപ്പ് നേരത്തെ പറഞ്ഞ പോലെ MS വേർഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹെൽപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഓപ്ഷൻസൊക്കെ വരും. പിന്നെ വരുന്നത് ഓപ്ഷൻസാണ്. അതായത് MS വേർഡിൽ ഉള്ള കുറച്ച് കൂടുതൽ വേരിയസ് ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് എക്സിറ്റ്, അതായത് ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വേർഡിനെ പോകണം എന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചാൽ മതി. അടുത്തത് ഡോക്യുമെൻറ്റ് ഇൻഫോർമേഷൻ ആണ്. വെൻ വി ക്ലിക്ക് ഇൻഫോ ഇൻ ദി ഫസ്റ്റ് കോളം, അതായത് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫോളോയിങ് ഇൻഫോർമേഷൻസ് ആണ് സെക്കൻഡ് കോളത്തിലായിട്ട് വരുന്നത്. അതിലൊന്നാണ് കോമ്പാറ്റിബിലിറ്റി മോഡ്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ് ഈ 2007 അല്ലെങ്കിൽ 2010 ഡോക്യുമെൻറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ് കോമ്പാറ്റിബിലിറ്റി മോഡിൽ വരുന്നത്. പിന്നെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ പെർമിഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യാം. പിന്നെ പ്രിപ്പയർ ഫോർ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സെക്ഷൻ ഷോസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡോക്യുമെൻറ്റ് ബിഫോർ സെൻഡിങ് ഇറ്റ് ടു അതേഴ്സ്. അതായത് മറ്റുള്ളവർക്ക് അയക്കുന്നതിന് മുമ്പ് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ പല തവണ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ആദ്യം സേവ് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ വേർഷൻസും അതിന് മുമ്പത്തെ വേർഷൻസ് എല്ലാം അതിനുശേഷമുള്ള വേർഷൻസ് എല്ലാം കാണിക്കുന്ന സെക്ഷനാണ് വേർഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ന്യൂ ഡോക്യുമെൻറ്റ്. ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് ഫയൽ ടാബ് പോവുക, സെലക്ട് ന്യൂ, ഇറ്റ് വിൽ ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് ടെംപ്ലേറ്റ്സ്. കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ, ഡിഫാൾട്ടായിട്ട് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. എ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് വിൽ അപ്പിയർ ഇൻ ദ വേർഡ് വിൻഡോ. അല്ലെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+N അടിച്ച് കഴിഞ്ഞാലും ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവും. അതായത് ഒരു വൈറ്റ് പേജ് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഓപ്പണിംഗ് പ്രീ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്, ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും ഓൾറെഡി. അത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ പോകണം, വേർഡിൽ പോയിട്ട് അവിടെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതും അതേപോലെ തന്നെ എല്ലാം ഫയൽ ടാബിൽ ആദ്യം പോവുക, പിന്നെ ഓപ്പൺ ഓപ്ഷനിലേക്ക് പോവുക. പിന്നെ ആ ഓപ്പൺ ഓപ്ഷൻ പോകുമ്പോൾ അവർ ഡോക്യുമെൻറ്റ്സ് കുറേ അതിലുള്ള സിസ്റ്റത്തിലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിക്കും. നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ആയി വരും. പിന്നെ ടൈപ്പിംഗ് ടെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വേർഡിൽ. ജസ്റ്റ് ബ്ലാങ്ക് ഡോക്യുമെൻറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മൗസ് അവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആ ഫ്ലാഷിംഗ് വെർട്ടിക്കൽ ബാർ വരും. അവിടെ നമുക്ക് എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. അതായത് മൗസ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർഷൻ പോയിന്റ് അപ്പോൾ അപ്പിയർ ചെയ്യും, പിന്നെ അവിടെ ടൈപ്പ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിങ്ങനെ സ്റ്റെപ്പായിട്ട് പറയാം. ക്ലിക്ക് ദ മൗസ്, ഇൻസേർഷൻ പോയിന്റ് അപ്പിയേഴ്സ്, ഇത്തരം ടേംസ് ഒക്കെ ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ ഈ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമില്ല, അതിനാണ് ഫ്ലാഷിംഗ് വെർട്ടിക്കൽ ബാർ എന്ന് പറയാം. എന്നിട്ട് അവിടെ ടൈപ്പ് ദ ടെക്സ്റ്റ്.
നമുക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ നമുക്ക് എക്സാമിന് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഈ പോയിൻറ്റ്സും വേർഡ്സൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ സേവിങ് ന്യൂ ഡോക്യുമെൻറ്റ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചു എന്ന് വെച്ചു, അതിലും സേവ് ചെയ്യാനുള്ളതും ഫയലിൽ പോവുക, ക്ലിക്ക് ദ ഫയൽ ടാബ്, സെലക്ട് ദ സേവ് ആസ് ഓപ്ഷൻ, സെലക്ട് എ ഫോൾഡർ വേർ വി വാണ്ട് ടു സേവ് ദ ഡോക്യുമെൻറ്റ്. അതായത് ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ഏത് ഫോൾഡറിൽ സേവ് ചെയ്യണം എന്നുള്ളത് അവിടെ കുറേ ഫോൾഡേഴ്സ് വരുമല്ലോ, അത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക, ഈ ഫോൾഡറിനല്ല ഈ ഒരു ഡോക്യുമെൻറ്റിന്. എന്നിട്ട് അവിടെ സേവ് ആസ് കൊടുക്കുക. ഫൈനലി ക്ലിക്ക് ഓൺ ദി സേവ് ബട്ടൺ ആൻഡ് ദ ഡോക്യുമെൻറ്റ് വിൽ ബി സേവ്ഡ് വിത്ത് ദ നെയിം ഗിവൺ ഇൻ ദ സെലക്ടഡ് ഫോൾഡർ. സെലക്ടിങ് എ ടെക്സ്റ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എഡിറ്റിംഗ് എ വേർഡ് ഡോക്യുമെൻറ്റ്. അതായത് ഒരു വേർഡ് ഡോക്യുമെൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിലേതെങ്കിലും ഒരു വേർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് വേറെ ഒരു വേർഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേർഡ് സെലക്ട് ചെയ്യണം. ആ വേർഡ് സെലക്ട് ചെയ്യാൻ എന്താ വഴി? ഫസ്റ്റ് അവിടെ ആ വേർഡിൻ്റെ അടുത്ത് പോയി ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ഡ്രാഗ് ചെയ്യുക, ആ വേർഡ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഡിലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ വേർഡ് ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ബാക്ക് സ്പേസ് അടിക്കാനുണ്ട്, അല്ലെങ്കിൽ ഡിലീറ്റ് കീ ഉണ്ട് കീബോർഡിൽ. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ വേർഡ് ഡിലീറ്റ് ആയി പോകും. പിന്നെ അൺഡു ആൻഡ് റീഡു. അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ഒന്ന് ചെയ്തു, നമ്മൾ കുറേ വേർഡ്സ് ടൈപ്പ് ചെയ്തു, ABCD എന്ന് ടൈപ്പ് ചെയ്തു, അപ്പോൾ നമുക്ക് അത് വേണ്ട. അപ്പോൾ അൺഡു എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ABCD അവിടെ നിന്ന് പോകും. നമുക്ക് ഈ ഡിലീറ്റിൻ്റെ മറ്റൊരു ഓപ്ഷനാണ്, പക്ഷേ ഓരോന്ന് ഡിലീറ്റ് ചെയ്യുന്നത് ഈ അൺഡു എന്ന് കുറേ വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തതൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ റീഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ചെയ്തത് വീണ്ടും നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റീഡു എന്ന് അടിച്ചാൽ മതി. അതിന് റിപ്പീറ്റ് ബട്ടൺ എന്നും കൂടെ പറയും, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. പിന്നെ ഇൻസേർട്ട് ഇൻ ടെക്സ്റ്റ് അടുത്തൊരു ഇതാണ്. എങ്ങനെ ടെക്സ്റ്റ് ഇൻസേർട്ട്, ഹൗ വി ഇൻസേർട്ട് എ ടെക്സ്റ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വി വിൽ സി ഹൗ ഇൻസേർട്ട് ടെക്സ്റ്റ് വിൽ ബി ആഡഡ് ഇൻ ടു ദി എക്സിസ്റ്റിംഗ് കണ്ടന്റ് വിത്തൗട്ട് റീപ്ലേസിങ് എനി എക്സിസ്റ്റിംഗ് കണ്ടന്റ്. അതായത് നമുക്കൊരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണം ഓൾറെഡി ഉള്ള ഡോക്യുമെൻറ്റിൽ, പക്ഷേ വേറൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എവിടെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ടെക്സ്റ്റ് ദാറ്റ് നീഡ്സ് ടു ബി ഇൻസേർട്ടഡ്. എന്താണ് നമുക്ക് അവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ അതിനുശേഷം അപ്പോൾ അവിടെ ഇൻസേർട്ടഡ് ആയി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ in the insertion mode, text will be added into the existing content. At the same time, it will also overwrite all the existing content. അതിന് ഫസ്റ്റ് റൈറ്റ് ക്ലിക്ക് ദി സാറ്റിസ്ഫൈഡ് ആൻഡ് സെലക്ട് ദ ഓവർടൈപ്പ് ഓപ്ഷൻ ഫ്രം ദി ഡിസ്പ്ലേഡ് മെനു. Click on the insert text available at the status bar and it will switch to the overtype mode. Now click this location where the text need to be inserted. Start typing the text that needs to be inserted. ഈ സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു രീതിയിൽ പോവുക. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയും പറയാം, വേർഡ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വേർഡ് സെലക്ട് ചെയ്യുക, അതായത് നേരത്തെ പോലെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ വേർഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ പുതുതായിട്ട് എന്താ എൻ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻസേർട്ട് ഇടാം. അതും ഇതിന് കറക്റ്റ് ഇതേപോലത്തുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്, നമുക്ക് അങ്ങനെയും പറയാം. പിന്നെ കോപ്പി, കട്ട് ആൻഡ് പേസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാം എന്താണ് കട്ടും കോപ്പിയും പേസ്റ്റ് എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഓപ്ഷൻസാണ് കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. അതും ഇതേപോലെ നമ്മൾ ആദ്യം വേർഡ് സെലക്ട് ചെയ്യുക, വേർഡ് സെലക്ട് ചെയ്തിട്ട് കോപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി വേർഡിലൊരു ക്ലിപ്പ് ബോർഡ് ഉണ്ടാവും. ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി മെമ്മറിയാണ്. നമ്മൾ ആ കോപ്പി ചെയ്തത് അത് ഓർത്ത് വെക്കുന്ന ഒരു പ്ലേസിനാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയാം. എന്നിട്ട് നമ്മളത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ പേസ്റ്റ്, നമുക്ക് എവിടെ പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് പേസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പേസ്റ്റ് ആവും. കോപ്പി ആൻഡ് പേസ്റ്റും അത് തന്നെയാണ്. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് വി ക്യാൻ കോപ്പി ടെക്സ്റ്റ് ഫ്രം വൺ ഏരിയ ഓഫ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് പ്ലേസ് that text in a new location in the document without deleting the text from its original location. അതായത് കട്ട് ആൻഡ് കോപ്പി എന്ന് പറയുമ്പോൾ, കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മൾ അവിടുന്ന് എടുത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തു കൊണ്ടുവരുമ്പോൾ ആ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് പിന്നെ ആ വേർഡ് അവിടെ ഉണ്ടാവില്ല, അവിടെ നിന്ന് കട്ട് ചെയ്തു നമ്മൾ, പിന്നെ എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പക്ഷേ കോപ്പി പേസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ആ വേർഡ് ഉണ്ടാവും, എന്നിട്ട് അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെയും കൂടി പേസ്റ്റ് ചെയ്യുന്നതിനാണ് കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പ്രൊജക്റ്റൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും, കുറേ അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഫെമിലിയർ ആയിരിക്കും. എന്നാലും എക്സാമിന് വരുമ്പം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുക. അതിന് ഈ ടേംസുകളൊക്കെ കുറച്ചൊന്ന് ഓർത്ത് വെക്കുക എന്നേ ഉള്ളൂ. ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. സ്റ്റൈൽ ഈസ് എ ഫോർമാറ്റ് എൻഹാൻസിങ് ടൂൾ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫോണ്ട് ടൈപ്പ്, ഫോണ്ട് സൈസ്, ഇഫക്റ്റ്, കളേഴ്സ് ആൻഡ് മോർ. ഇതൊക്കെയാണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്.
എം എസ് വേർഡിൽ ഫോമാറ്റ് ചേഞ്ച് ചെയ്യാനുള്ളത്, അതായത് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വേർഡ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ലെറ്റേഴ്സിൻ്റെ ഏതൊക്കെ ടെക്സ്റ്റിൻ്റേതാണ് ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് മേലെ പോയിട്ട് ഫോണ്ട് സൈസ് ഉണ്ടാവും, ഫോണ്ട് സൈസ് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോണ്ട് സൈസ് മാറ്റാൻ പറ്റും. സെലക്ട് ദ ടെക്സ്റ്റ് ദാറ്റ് വി വാണ്ട് ടു ചേഞ്ച് ദ ഫോണ്ട് ടൈപ്പ് എന്നാണ്. പിന്നെ ഗീവ് ദ ഡ്രോപ്പ് ഡൗൺ ആരോ നെക്സ്റ്റ് ടു ദി ഫോണ്ട് ബോക്സ് ഓൺ ദി ഹോം ടാബ്. The font drop-down menu appears the most point over the various fonts. A live preview of the font will appear in the document. Select the font you wish to use. The font will change in the document. അതായത് ഫോണ്ട് എന്നല്ല, ഇത് ഫോണ്ട് എന്നാണ്, ടൈപ്പിംഗ് എററാണ്. അതെന്താണെന്ന് ചെയ്യുക വെച്ചാൽ നമ്മളൊരു വേർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോണ്ടിൽ പോയി കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും 12, 14, 16 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ, ഇത് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സൈസ് ഇങ്ങനെ മാറും. നമുക്ക് ഏത് സൈസിലേക്കാണ് വേണ്ടതെന്നുള്ളത് അതിങ്ങനെ 12 ആണോ 14 ആണോ 16 ആണോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടും മാറും. നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് ഫോണ്ട് സൈസ് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫോണ്ട് കളേഴ്സും അതേപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ഏത് ടെക്സ്റ്റിനാണ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുക. മൗസ് ഉപയോഗിച്ചിട്ട് റൈറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് സെലക്ട് ഓൾ, അല്ലെങ്കിൽ മൗസ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്സൊക്കെ സെലക്ട് ആവും. എന്നിട്ട് മേലെ പോയിട്ട് ഫോണ്ട് കളർ ഉണ്ടാവും. ആ കളേഴ്സിൽ എല്ലാ കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും കളർ നമുക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്സും ടെക്സ്റ്റൊക്കെ ആ കളറിലേക്ക് മാറും. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം സ്റ്റെപ്പായിട്ട്. ചിലപ്പം 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റെപ്പായിട്ട്, നമുക്ക് അറിയുന്നതായിരിക്കും പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഹൈലൈറ്റ് ടെക്സ്റ്റ് വിത്ത് കളേഴ്സ്, അതായത് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത്, നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ലേ നോട്ട്സിലൊക്കെ, അതേപോലെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കളറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ മേലെ വരും. അപ്പോൾ ഈ വേർഡ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഹൈലൈറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക്സ് ഒക്കെ ആക്കാനുള്ളത്. ബോൾഡ് ആക്കാനുള്ളതാണെങ്കിൽ ബോൾഡ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ Ctrl+B അടിച്ചു കഴിഞ്ഞാലും വേർഡ് സെലക്ട് ചെയ്തിട്ട് Ctrl+B അടിച്ചു കഴിഞ്ഞാൽ അത് ബോൾഡ് ആവും. ഇറ്റാലിക് ആക്കണമെങ്കിൽ Ctrl+I അടിച്ചാൽ മതി. പിന്നെ ഇറ്റാലിക്സ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ മേലെ ഉണ്ട്. ഈ ഫോണ്ട്സിൻ്റെ അണ്ടറിൽ ഈ സൈസ് കളേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇറ്റാലിക്സ്, ബോൾഡ്, അണ്ടർലൈൻ്റെ ഒക്കെ വരുന്നുണ്ട്. അണ്ടർലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് വേർഡ്സ് സെലക്ട് ചെയ്ത് എവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അണ്ടർലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+U അടിച്ചു കഴിഞ്ഞാലും അത് അണ്ടർലൈൻ ആയിട്ട് വരും. പിന്നെ ടെക്സ്റ്റ് കേസ്, സെലക്ട് ടെക്സ്റ്റ് യു വാണ്ട് ടു ചേഞ്ച്, ക്ലിക്ക് ദ ചേഞ്ച് കേസ് ബട്ടൺ ഓൺ ദ ഫോണ്ട് ഗ്രൂപ്പ് ഓഫ് ദ റിബൺ, ക്ലിക്ക് ദ ഡിസൈഡ് കേസ് ഓപ്ഷൻ ഫ്രം ദ ലിസ്റ്റ്. അതിൽ കുറച്ച് കേസസ് ഉണ്ട്. സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ് കേസ് സെലക്ട് ചെയ്യുക. ലോവർ കേസിൻ്റെ അപ്പർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഒന്നുകിൽ ലോവർ കേസിലേക്ക് മാറ്റണം അല്ലെങ്കിൽ അപ്പർ കേസിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ലോവർ കേസും അപ്പർ കേസ് സെലക്ട് ചെയ്യുക. പിന്നെ ടോഗിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് വേർഡ് ക്യാപിറ്റൽ ലോവർ കേസിലേക്കും ബാക്കിയെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യുന്നതിനാണ് ടോഗിൾ കേസ് എന്ന് പറയാം. പിന്നെ ഈ ടെക്സ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കണം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നീക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് സെൻറ്ററിലേക്കൊക്കെ നീക്കാനുള്ളതാണ് ലെഫ്റ്റ് അലൈൻഡ് ടെക്സ്റ്റ്, സെൻറ്റർ അലൈൻഡ് ടെക്സ്റ്റ്, റൈറ്റ് അലൈൻഡ് ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് ലെഫ്റ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേർഡ്സൊക്കെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് അലൈൻഡ് സെലക്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+L, ഇതിൻ്റെയൊക്കെ ഷോർട്ട് കീസ് ഓർത്ത് വെക്കുക. ഓൾമോസ്റ്റ് നമുക്കറിയാൻ പറ്റും. ലെഫ്റ്റ് ആകുമ്പോൾ Ctrl+L, റൈറ്റ് ആകുമ്പോൾ Ctrl+R, സെൻറ്റർ ആണെങ്കിൽ Ctrl+E സെലക്ട് ചെയ്യുക. പിന്നെ ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് ഈസ് ജസ്റ്റിഫൈഡ് വെൻ ഇറ്റ് ഈസ് അലൈൻഡ് ഈവൻലി അലോങ് ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻസ്. അത് ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡ് റൈറ്റ് മാർജിനും ലെഫ്റ്റ് മാർജിനും ഒരേ ഈക്വൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് എന്നാണ് പറയുക. അതിനെ Ctrl+J എന്ന് അടിച്ചു കഴിഞ്ഞാലും അതേപോലെ ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് ആയിട്ട് വരും. പിന്നെ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ലൈനും അടുത്ത ലൈനും തമ്മിലുള്ള സ്പേസ് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയാം. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സിംഗിൾ സ്പേസിംഗ് ഈസ് ദ ഡിഫാൾട്ട്. At 1.5 lines, the line spacing is set to 1.5 times the single space amount. For double spaced lines, the line space is set to 2 times the single space amount. സിംഗിൾ സ്പേസ് ആണ് ഡിഫാൾട്ടായിട്ട് വരിക. പിന്നെ അതിനെ നമുക്ക് ഡബിൾ സ്പേസ് ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലൈനും അടുത്ത ലൈനും തമ്മിൽ കുറേ ഗ്യാപ്പ് വരുത്താൻ ഡബിൾ സ്പേസ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്പേസിംഗ് ബിറ്റ്വീൻസ് ലൈൻസ് എങ്ങനെ സെലക്ട് ദ പാരഗ്രാഫ്
or paragraphs you wish to change spacing. On the home tab, click the line and paragraph spacing button. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഹോമിൽ, ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് ബട്ടൺ. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം 1 2 1.5 എത്ര എന്ന് വേണം നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എൻ്റർ വേർഡ്സിൽ വരുന്നതൊക്കെ ഒരു ഫോർമാറ്റ് ചെയ്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് നമുക്ക് ചിലപ്പം ഒരു സെൻറ്റൻസ് റൈറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ എന്തായാലും ക്യാപിറ്റൽ ലെറ്റർ വേണം, പിന്നെ ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോർമാറ്റ് സെലക്ട് ചെയ്താൽ മതി. പിന്നെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കി വെച്ചോളൂ. എങ്ങനെ ബോർഡേഴ്സ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്, ഫുള്ള് ബോർഡർ കൊടുക്കണം എന്നുള്ളതോ അത് റൈറ്റിലൊരു മാർജിൻ മാത്രം കൊടുത്താൽ മതി, അത്തരം കാര്യങ്ങളൊക്കെയാണ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ വരുന്നത്. അതിൽ ടു ക്രിയേറ്റ് എ ബോർഡർ അറൗണ്ട് എ പാരഗ്രാഫ് ഓർ പാരഗ്രാഫ്സ് അതിനുള്ള ഓപ്ഷൻസ് ആണ്. സെലക്ട് ദ ഏരിയ ഓഫ് ടെക്സ്റ്റ് വെർ യു വാണ്ട് ദ ബോർഡർ ഓർ ഷെയ്ഡിങ്, ക്ലിക്ക് ദ ബോർഡർ ബട്ടൺ ഓൺ ദി പാരഗ്രാഫ് ഗ്രൂപ്പ് ഓൺ ദി ഹോം ടാബ്. ഇത്തരം കാര്യങ്ങൾ എവിടെ ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. പാരഗ്രാഫ് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിലാണ് ബോർഡർ ബട്ടൺ വരുന്നത്. അതേപോലെ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബോർഡർ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ പേജിന് ബോർഡർ ആഡ് ചെയ്യാനുള്ളത്. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ച് പോവുക. അതേപോലെ ഇനി അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പേജ് ലേ ഔട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് എങ്ങനെ ആയിരിക്കണം, വേർഡ് ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് പേജ് ലേ ഔട്ടും ഫോർമാറ്റിംഗ് ഓപ്ഷൻസും ഉണ്ട്. അതായത് പേജ് ഓറിയൻറ്റേഷൻ, പേജ് എങ്ങനെ ആയിരിക്കണം, ലാൻഡ്സ്കേപ്പ് മോഡിലാണോ അതോ പോർട്രേറ്റ് മോഡിലാണോ, പിന്നെ പേജിൻ്റെ സൈസ്, പേജിൻ്റെ മാർജിൻ എങ്ങനെ ഇരിക്കണം, എല്ലാം പേജ് ലേ ഔട്ട് സെലക്ട് ചെയ്താലാണ് അറിയാൻ പറ്റുക. പേജ് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം പേജ് ലേ ഔട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓറിയൻറ്റേഷൻ കമാൻഡിൻ്റെ പേജ് സെറ്റപ്പ് പോയിട്ട് അവിടെ ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അതിൽ ലാൻഡ്സ്കേപ്പും ഉണ്ടാവും പോർട്രേറ്റും ഉണ്ടാവും. നമുക്കറിയാം ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പോർട്രേറ്റ് ഫോമാറ്റ് എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രൂപത്തിലായിരിക്കും നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റ് കാണാൻ പറ്റുക. പിന്നെ പേജ് സൈസ് സെലക്ട് ചെയ്യണമെങ്കിലും പേജ് ലേ ഔട്ട് തന്നെയാണ് പോകേണ്ടത്. അവിടെ സൈസ് കമാൻഡ് ഉണ്ടാവും. പിന്നെ അവിടെ ആ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൈസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ പേജ് മാർജിനും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. നോർമൽ, നാരോ, മോഡറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും പേജ് ലേ ഔട്ടിലാണ് നമ്മൾ പോകേണ്ടത്. പേജ് ലേ ഔട്ട് പോവുക, മാർജിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവിടെ ലിസ്റ്റ് ഓഫ് മാർജിൻ സെലക്ട് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മാർജിൻ സൈസസ് ഉണ്ടാവും, അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കസ്റ്റം മാർജിൻസ് ഉണ്ട്, നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം എത്ര ഡിസ്റ്റൻസ് ഓരോ സൈഡിൽ നിന്നും വേണം എന്നുള്ളത്. അതിനാണ് കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡിലീറ്റ് ടേബിൾ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതായത് ഇൻസേർട്ടിലാണ് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യാനൊക്കെ പോകേണ്ടത്. പിന്നെ ഡിലീറ്റ് ചെയ്യാനാണ് ക്ലിക്ക് എനിവർ ഇൻ ദ ടേബിൾ. ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് click the layout tab and click the delete table option under the delete table button to delete the complete table from the document along with its content. ടേബിളിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ഡിലീറ്റഡ് ആയി പോകും. പിന്നെ ആഡ് എ റോ, നമുക്കൊരു ഓൾറെഡി ഉള്ള ടേബിളിൽ ഒരു റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് എ റോ where you want to add an additional row, then click the layout table. ഒരു റോയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലേഔട്ട് ടാബ് പോവുക. ഞാൻ യൂസ് ദി റോ ആൻഡ് കോളം ഗ്രൂപ്പ് ഓഫ് ബട്ടൺ ടു ആഡ് എനി റോ ബിലോ ദി സെലക്റ്റഡ് റോ. ഒരു സെലക്റ്റഡ് റോൻ്റെ താഴെ നമുക്ക് അടുത്ത റോ വേണമെന്നുണ്ടെങ്കിൽ ആ റോ ആൻഡ് കോളം ഗ്രൂപ്പ് ഓഫ് ബട്ടണിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനോ ആ രീതിയിൽ തന്നെ പോയിട്ട് ഡിലീറ്റ് റോസ് ഓപ്ഷൻസ് പോവാം. പിന്നെ അതേപോലെ കോളംസും ആഡ് ചെയ്യാം, കോളംസും ഡിലീറ്റ് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ പോകേണ്ടത് ലേഔട്ട് ടാബിലാണ്, അത് ഓർത്ത് വെക്കുക. പിന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോ കോളം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മറ്റൊന്ന് ഏത് റോ ആണോ സെലക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിലീറ്റ് സെൽസ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ സെലക്ട് ഡിലീറ്റ് സെൽസ് എന്ന് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ റോ അല്ലെങ്കിൽ ആ കോളം ഡിലീറ്റ് ആയി പോകും. ഇനി ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്സ് ഒരുപാട് ഓപ്ഷൻസ് ഗ്രാഫിക്സിന് തരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് എവിടെയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുന്നിട്ട് ചൂസ് പിക്ചർ ഫ്രം ഫയലിൽ നിന്ന് എന്തെങ്കിലും പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ വേർഡ് ആർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓരോ വേർഡ്സും പല രൂപത്തിൽ പല ഷേപ്പിലും, അതേപോലെ ഒരു വേവി ടൈപ്പ്നെസ് അല്ലെങ്കിൽ റൗണ്ടിൽ അല്ലെങ്കിൽ റെയിൻബോ ടൈപ്പിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരു വേർഡ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ വേർഡ് ആർട്ട് സെലക്ട് ചെയ്യുക. വേർഡ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് വേണ്ട വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ആ വേർഡ് ആർട്ടിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഫോർമാറ്റിൽ വരും. പിന്നെ ക്ലിപ്പാർട്ടും അതേപോലെ തന്നെ കാർട്ടൂണ്, പിക്ചർ അതൊക്കെ അല്ലെങ്കിൽ ആനിമേഷനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പാർട്ട് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്ലീസ്
Select your insertion portion in the document where you wish to insert the clipart. Select the insert tab. Click the clipart command in the illustration group. The clipart options appear in the task pane to the right of the document. Enter the keywords in the search for field that are related to the image you wish to insert. Click the drop down arrow and the result should be in the field. Deselect any type of media you do not wish to see. Click go. Review the result from a clipart search. Click an image in the clipart pane. It will appear in the document. ഈ സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെക്കുക, ക്ലിപ്പായിട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാനും ഇൻസേർട്ടിൽ പോയിട്ട് അവിടെ ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡ്രോപ്പ് മെനു അവിടെ സർക്കിള്, ട്രയാങ്കിൾ അത്തരം ഷേപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സിലിണ്ടർ അത്തരം ഒരു 3 ഡയമെൻഷണൽ ഷേപ്സ് ആണെങ്കിൽ എന്താണെങ്കിലും ഇൻസേർട്ട് ഓപ്ഷനിൽ പോയിട്ട് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻസേർട്ട് ചെയ്യാം, നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതേപോലെ ഷേപ്പിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി പോവുക. പിന്നെ ടെക്സ്റ്റ് ബോക്സ്, വീണ്ടും നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ഇൻസേർട്ട് ടാബ് പോവുക, എന്നിട്ട് അവിടെ ടെക്സ്റ്റ് ബോക്സ് കമാൻഡ് ഉണ്ടാവും. അവിടെ ഡ്രോപ്പ് ഡൗൺ മെനു അപ്പിയർ ചെയ്യും. അവിടെ സെലക്ട് ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ആ ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് വേർഡ്സിൽ അവൈലബിൾ ആണ്. ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു CV ഉണ്ടാക്കണമെങ്കിൽ CVയുടെ തന്നെ പല രൂപത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസിഗ്നേഷൻ ലെറ്റർ, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ ഫോമാറ്റ്സ് ഒക്കെ പല ടെംപ്ലേറ്റ്സ് ഓൾറെഡി വേർഡ്സിൽ അവൈലബിൾ ആണ്. അതിൽ ബിൽട്ടിൻ ടെംപ്ലേറ്റ്സും ഉണ്ട്, കസ്റ്റം ടെംപ്ലേറ്റ്സും ഉണ്ട്. അതായത് വേർഡ്സിൽ തന്നെ വേർഡിൽ കുറേ ബിൽട്ടിനായിട്ട് ഓൾറെഡി കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. നമുക്ക് മെമ്മോ, റെസ്യൂമെ, CV, റിപ്പോർട്ട്, ഡോക്യുമെൻ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രൂപത്തിൽ വരും. പിന്നെ കസ്റ്റം ടെംപ്ലേറ്റ്, നമുക്ക് തന്നെ കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ ചിലപ്പോൾ ഒരു പുതിയ ഫോർമാറ്റിലാണ് വേണ്ടത് വെച്ചെങ്കിൽ അത്തരം ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വീണ്ടും യൂസ് ചെയ്യാൻ നമുക്ക് ആ കസ്റ്റം ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വീണ്ടും അതേപോലത്തെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസ്റ്റം ടെംപ്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസിങ് എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റും ക്രിയേറ്റ് ന്യൂ ടെംപ്ലേറ്റും. അതിന് ഡോക്യുമെൻറ്റ് പോവുക, ഫയൽ ടാബ് പോവുക, എന്നിട്ട് ക്ലിക്ക് ദ ന്യൂ ഓപ്ഷൻ. ദിസ് വിൽ ഡിസ്പ്ലേ ദ അവൈലബിൾ ടെംപ്ലേറ്റ്. ന്യൂ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ അപ്പുറത്ത് കുറേ ന്യൂ ടെംപ്ലേറ്റ്സ് ഉണ്ടാകും. അതിന്ന് നമുക്ക് ഏത് ടൈപ്പാണ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. പിന്നെ മാക്രോ ആണ്. മാക്രോ ചോദിക്കാറുണ്ട്. മാക്രോ ഇസ് എ സീരീസ് ഓഫ് വേർഡ് കമാൻഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് വി ക്യാൻ ഗ്രൂപ്പ് ടുഗദർ ആസ് എ സിംഗിൾ കമാൻഡ് ടു അക്കംപ്ലിഷ് എ ടാസ്ക് ഓട്ടോമാറ്റിക്കലി. ഒരു ടാസ്ക് ഓട്ടോമാറ്റിക്കലി അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്രൂപ്പ്സ് ഓഫ് സീരീസ് ഓഫ് വേർഡ് കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് മാക്രോസ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ സ്പീഡ് അപ്പ് എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് യു മേ പെർഫോം ഓഫ് ഇൻ എ വേർഡ് ഡോക്യുമെൻ്റ്. ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ് മാക്രോസ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് എ മാക്രോ. സ്റ്റാർട്ട് യുവർ മാക്രോ. ഈ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. ക്ലിക്ക് ദ വ്യൂ ടാബ് ഓൺ ദ റിബൺ. എന്നിട്ട് അവിടെ മാക്രോസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് റെക്കോർഡ് മാക്രോ. ദ റെക്കോർഡ് മാക്രോ ഡയലോഗ് ബോക്സ് അപ്പിയർ. നെയിം യുവർ മാക്രോ. മാക്രോക്ക് ഒരു പേര് കൊടുക്കുക. അതേപോലെ അസൈൻ എ കീബോർഡ് ഷോർട്ട് കട്ട് ടു എ മാക്രോ. അതിനൊരു കീബോർഡ് ഷോർട്ട് കട്ട് നമുക്ക് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ടൈപ്പിംഗ് കീബോർഡ് ഷോർട്ട് കട്ട് കോമ്പിനേഷൻ. മോസ്റ്റ് ഓഫ് ദി ഗുഡ് കോമ്പിനേഷൻസ് ആർ ഓൾറെഡി യൂസ്ഡ് ബൈ വേർഡ് ത്രൂ മെനി ഓഫ് കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ലെറ്റർ കോമ്പിനേഷൻ ക്യാൻ ബി എക്സ്പെരിമെൻറ്റഡ്. ക്ലിക്ക് ദ അസൈൻ ബട്ടൺ. പ്ലേസ് യുവർ മാക്രോ ഓൺ ദി ക്വിക്ക് ആക്സസ് toolbar. We can also create a macro using quick access toolbar. To run the macro via a button on the quick access toolbar, click button, select the normal new macros, macro name and click add, then click OK. അതായത് ഓൾറെഡി നമ്മൾ മാക്രോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ റെക്കോർഡ് യുവർ മാക്രോ, പിന്നെ സ്റ്റോപ്പ് റെക്കോർഡിങ് മാക്രോ. ഇങ്ങനെയാണ് റെക്കോർഡിങ്ങിൻ്റെ പ്രോസസ്സ്. മാക്രോ റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾറെഡി വീഡിയോ ലെങ്തി ആവുന്നുണ്ട്. പിന്നെ റണ്ണിങ് എ മാക്രോ റൺ ചെയ്യാനുള്ളതും. ടു റൺ എ മാക്രോ ഫ്രം ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, സിംപ്ലി ക്ലിക്ക് ദ മാക്രോ ഐക്കൺ. ടു റൺ എ മാക്രോ ഫ്രം ദി കീബോർഡ് ഷോർട്ട് കട്ട്സ്, സിംപ്ലി പ്രസ് ദ കീസ് ദാറ്റ് യു ഹാവ് പ്രോഗ്രാംഡ് ടു റൺ ദ മാക്രോ. മാക്രോക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കീബോർഡ് ഓപ്ഷൻസ് ഷോർട്ട് കട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിൽ. അതേപോലെ ആ കീബോർഡ് ആ ഷോർട്ട് കട്ട്സ് അടിച്ചു കഴിഞ്ഞാലും ആ മാക്രോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് മെയിൽ മെർജ് ആണ്. മെയിൽ മെർജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അത് ചോദിക്കാറുണ്ട് ഒരുപാട് തവണ. മെയിൽ മെർജിൻ്റെ സ്റ്റെപ്സും ചോദിക്കാറുണ്ട് എന്താണെന്നുള്ളത്. മെയിൽ മെർജ് ഈസ് എ യൂസ്ഫുൾ ടൂൾ വിച്ച് വി ക്യാൻ ഈസിലി പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ്, ലേബേഴ്സ് ആൻഡ് ഡെവലപ്സ്
name, tags and more using information stored in a list, database or spreadsheet. മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ മെർജ് ലെറ്റ്സ് യു ക്രിയേറ്റ് എ ബാച്ച് ഓഫ് ഡോക്യുമെൻറ്റ് ദാറ്റ് ആർ പേഴ്സണലൈസ്ഡ് ഫോർ ഈച്ച് റെസിപ്പിയൻ. ഒരുപാട് പേർക്ക് റിസീവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ പോവും എന്ന് കഴിഞ്ഞാലും പക്ഷേ നമുക്ക് ഒരുമിച്ച് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾക്കാണ് മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. ദ മെയിൽ മെർജ് ഫയൽ വിൽ ഹോൾഡ് സ്പെഷ്യൽ സിമ്പിൾസ് which will substitute the name and address and other relevant information stored in the data file. To use mail merge, open an existing Word document or create a new one. Click the mailing tab എന്നുണ്ടാവും, മെയിലിംഗ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ആൻഡ് ക്ലിക്ക് ദ സ്റ്റാർട്ട് മെയിൽ മെർജ് കമൻറ്റ്. സെലക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ്. എന്നിട്ട് മെയിൽ മെർജ് വിസാർഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്, പിന്നെ കറൻറ്റ് ഡോക്യുമെൻറ്റ്, സ്റ്റാർട്ടിങ് ഫ്രം എ ടെംപ്ലേറ്റ് എങ്ങനെയാണുള്ളത്. അതേപോലെ റെസിപ്പിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്യാം, എത്ര റെസിപ്പിയൻസ് ഉണ്ടെന്നുള്ളത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡാറ്റ സോഴ്സ് ഇൻ ദ ന്യൂ അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ് യു ക്യാൻ സ്പെസിഫൈ ആൻഡ് ക്രിയേറ്റ് എ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് എ റെസിപ്പിയൻസ് നെയിംസ് ആൻഡ് അഡ്രസ്സസ്. ടൈപ്പ് ഇൻ അഡ്രസ് ഇൻഫോർമേഷൻ 1 അഡ്രസ് പെർ ലൈൻ. ഓരോ അഡ്രസ്സും, അതായത് നമ്മൾ അഡ്രസ് ഇൻഫോർമേഷനൊക്കെ കൊടുക്കണം റെസിപ്പിയൻ്റ്, പക്ഷേ ഓരോ ലൈനിലും ഓരോ അഡ്രസ്സ് ആയിരിക്കണം കൊടുക്കുന്നത്. ക്ലിക്ക് ഓൺ ദി കസ്റ്റമൈസ് കോളംസ് ബട്ടൺ ടു ഡിലീറ്റ് ഓർ ആഡ് കോളംസ്. അതായത് ആഡ് കോളം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ കസ്റ്റമൈസ് കോളം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ആഡ് ആൻഡ് എൻ്റർ ദ ഫീൽഡ് നെയിംസ്. എന്നിട്ട് ഫീൽഡ് നെയിം ആഡ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ദ റെസിപ്പിയൻസ് നെയിം ആൻഡ് അഡ്രസ്. പിന്നെ റെസിപ്പിയൻസിൻ്റെ നെയിമും അഡ്രസ്സും എൻ്റർ ചെയ്യുക. യു ക്യാൻ റിഫൈൻ ദി റെസിപ്പിയൻ ലിസ്റ്റ് ബൈ സെലക്ടിങ് എനി ഓഫ് ദി ഓപ്ഷൻസ് ബിലോ. സോർട്ട്, ഫിൽട്ടർ, ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് റെസിപ്പിയൻസിന് ഓപ്ഷൻ റിഫൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ഇതാണെങ്കിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഒരേ റെസിപ്പിയൻറ്റിന് നമ്മൾ വീണ്ടും അടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇതാണ് മെയിൽ മെർജിൻ്റെ സ്റ്റെപ്സൊക്കെ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മെയിൽ മെർജ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് അത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത മൊഡ്യൂൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.